ചെറിയേട്ടാ, ചെറിയേട്ടൻ സ്വപ്നം കാണുകയാണോ? പലപ്പോഴും സ്വപ്നത്തിൽ കിട്ടുന്ന സുഖം ജീവിതത്തിൽ കിട്ടാറില്ല. എന്നുവെച്ച് എപ്പോഴും സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു ആരെങ്കിലും? എപ്പോഴുമില്ല, സൗകര്യം കിട്ടുമ്പോഴെങ്കിലും കാണാമല്ലോ. ആ സ്വപ്നത്തിൽ എനിക്ക് പങ്കില്ലേ? കൊള്ളാം, നീ എന്റെ സ്വപ്ന ദേവതയല്ലേ. രവി, ഇവിടെ വാ. വളരെ നാളായല്ലോ സാറിനെ കണ്ടിട്ട്. അയ്യോ, അതിന് ഞാനെങ്ങും പോയില്ലല്ലോ. ഇല്ലടാ, നീ എങ്ങും പോയില്ല. 24 മണിക്കൂറും എന്റെ അനന്തരവൻ ഇവിടെ തന്നെയുണ്ട്. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട്. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാട്ടിൽ നിനക്ക് ആരിയ്ക്കുന്നു ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ? ഞാനേ നിന്നെ അമേരിക്കയിൽ അയച്ച് പഠിപ്പിച്ചത് എടാ, മനുഷ്യനായ ചുമതലാബോധം വേണം. അമ്മാവൻ ക്ഷമിക്കണം. ക്ഷമിക്കാതെന്ത് ചെയ്യും? നീ എന്നേക്കാൾ വളർന്നില്ലേ? നോക്ക്, നിനക്കിങ്ങനെ ധൂർത്തടിക്കാൻ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നിന്റെ പഠിപ്പിനനുസരിച്ച് ഉയർന്ന ഉദ്യോഗം കിട്ടും. പക്ഷെ നീ അതിനോട് ശ്രമിക്കുന്നില്ല. ഞാൻ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈകെട്ടി നിന്നാൽ അതിന്റെ കുറവ് അമ്മാവനാണ്. ഓ, അമ്മാവൻ ലക്ഷപ്രഭു ആയതുകൊണ്ട് അനന്തരവനെന്തിനാ ഉദ്യോഗമല്ലേ? പോട്ടെ, ഉദ്യോഗം വേണ്ടെങ്കിൽ വേണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും നീ തയ്യാറാകുന്നില്ല. എടാ, മനുഷ്യ ശരീരം ഇരുമ്പല്ല. എനിക്ക് പ്രായമായി. അല്പം വിശ്രമിക്കാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അമ്മാവൻ, ഞാൻ മതിയടാ, കൂടുതലൊന്നും നീ പറയണ്ട. ഭ്രാന്തിയാണെങ്കിലും അകത്ത് കിടക്കുന്നത് നിന്റെ അമ്മായിയാ. അവളെ ആശ്വസിപ്പിക്കാൻ നീ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ പെണ്ണ് ഇവിടുന്ന് ഓടിപ്പോയിട്ട് മാസം 1 ആകാറായി. അവൾ ഉണ്ടോ ചത്തോ എന്ന് നീ അന്വേഷിച്ചോ? ഞാൻ പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലേ? പുറത്തൊക്കെ പോയി അന്വേഷിക്കാൻ ഒരുപാട് പണം ചെലവാകും. ഓ, ദോഷം പറയരുതല്ലോ. എന്തോ ഒരു കരുതലാണെന്നോ? പണം ചെലവാക്കാതെയാണോ നീ ഇരിക്കുന്നത്? എടാ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ മുകളിലുണ്ട്. അത് ഓർമ്മിക്കണം. ആ ശക്തിക്ക് മുമ്പിൽ നീയും ഞാനും വെറും കൃമികളാണ്. ഭഗവാനേ, Move for it. 842 here. 842 here. Very sorry. Take him away. I'm sorry, sir. 8 ലക്ഷം രൂപയുടെ ചരക്കുകളാണ് നിങ്ങളുടെ മൂക്കിന് താഴെ കൂടിയ കാട്ടുകളും കരുതിയത്. Are you not ashamed, Mr. Misra? This will not be repeated, sir. ഐ ഡൗട്ട്. കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും ആയുധങ്ങളും വേണമെങ്കിൽ പറയൂ, മടിക്കണ്ട. തൽക്കാലം വേണ്ട, സർ. അവനെ പറ്റി പുതിയ ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? യെസ്, സർ. ആ കാട്ടുകള്ളനെ ഞാൻ ഒരാഴ്ചയ്ക്കും കസ്റ്റഡിയിലെടുക്കും. ഓവർ. ഒരാഴ്ചയല്ല, 1 വർഷം ശ്രമിച്ചാലും നിങ്ങൾക്ക് കാട്ടുകള്ളനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വലിഞ്ഞു കയറി വന്നതിൽ ക്ഷമിക്കണം. ഞാൻ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരപിള്ളയുടെ അനന്തരവൻ. പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല, സ്വസ്ഥം ഗൃഹഭരണം. ഞാനിവിടെ വേട്ടയ്ക്കല്ല വന്നത്. സാറിന്റെ പേര് മിസ്റ്റർ ആർ ബലറാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിജിലൻസ് വിഭാഗത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. 1972 IFS കിട്ടി. ഞാൻ പറഞ്ഞത് തെറ്റല്ല. ഇരിക്കൂ. കാപ്പിയാണോ ചായയാണോ ഇഷ്ടം? താങ്ക്സ്, ഇപ്പോഴൊന്നും വേണ്ട. അതല്ല, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. എന്നാൽ ചായ ആയിക്കോട്ടെ. കിട്ടുപിള്ളേ, കിട്ടുപിള്ളേ, വേഗം ഒരു കപ്പ് ചായ കൊണ്ടുവരൂ. ഗ്ലാസ്സിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടണം. മല്ല, ഫോട്ടോ. കാട്ടുകളിനെ പിടിക്കാൻ എന്താ സാധ്യമല്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ മൂർഖൻ പാറയിൽ വന്ന പല ഉദ്യോഗസ്ഥന്മാരുടെയും കഥ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ
ഇത്ര ഭയങ്കരനായ ഒരു ക്രിമിനലിനെ വച്ചു വഴിക്കാൻ പാടില്ലല്ലോ. സാറിന്റെ സ്വരത്തിൽ സ്വല്പം പുച്ഛരസമുള്ളതുപോലെ അത് അവനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എന്റെ ഫിസിൽ കേട്ടാലുടൻ 4 വശത്തു നിന്ന് ലോറി വളയണം, മനസ്സിലായോ? എന്നെ രക്ഷിച്ചതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട് സർ. ശരി, പോയിക്കോളൂ. അയ്യോ, ഈ രാത്രി ഞാൻ എങ്ങനെ തനിച്ചു പോകും സർ? ശരി, വരൂ. വെയിറ്റ് ചെയ്യൂ. മറ്റൊരു ഓഫീസർ ഇവിടെ വന്ന് ഒരു മാസത്തിനകം ലക്ഷാധിപതിയായി തിരിച്ചുപോയി. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കാട്ടുകള്ളന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സാറിനെ പോലുള്ള ഒരു ഓഫീസറുടെ അനുഭവം വളരെ ദയനീയമായിരുന്നു. അവന്റെ ഒരു ലോറി പിടിച്ച് ചാർജ് ചെയ്ത ശേഷം അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതൊരു ഭീഷണിപ്പെടുത്തലാണെങ്കിൽ മിസ്റ്റർ രവിക്ക് ആള് തെറ്റിപ്പോയി. റോങ് നമ്പറിലാണ് നിങ്ങൾ ഇപ്പോൾ ഡയൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞാൻ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞതുമല്ലല്ലോ. മിസ്റ്റർ രവി, ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് സർവന്റ് ആയിരുന്നത് പണ്ടാണ്. ഇന്നയാൾ പബ്ലിക് സർവന്റാണ്. ആ കാട്ടുകള്ളന്റെ കൈക്ക് വിലങ്ങ് വെച്ചതിന് ശേഷമേ ഈ ബൽറാം മൂർഖൻ ബാറ വിടൂ. ഒരു വെല്ലുവിളി പോലെ തോന്നുന്നു. പോലെയല്ല, ഇറ്റ്സ് എ ചലഞ്ച്. കാട്ടുകള്ളനെ പിടിക്കാൻ സാറിന് സാധ്യമല്ല. ഐ ആക്സെപ്റ്റ് ദി ചലഞ്ച്.